ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയുടെ ഉള്ളിൽ വെള്ള കളറുള്ള ഒരു സൈസ് അരി കഴുകുമ്പം പൊങ്ങി വരും, ചൂടുവെള്ളത്തിലിടുമ്പോൾ കുറച്ചുകൂടി വീർത്ത് വരും. ഇങ്ങനെ നമ്മൾ സ്ഥിരം കാണുന്ന എല്ലാവരും അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും സംശയമാണ്. പ്ലാസ്റ്റിക് ആണോ എന്നൊക്കെ. പൊതുജന ആരോഗ്യവും ക്ഷേമവും വർദ്ധിപ്പിക്കുവാനായിട്ട്, പോഷക സമൃദ്ധമാക്കാനായിട്ട് വേണ്ടിയാണ് ഈ ഫോർട്ടിഫൈഡ് റൈസ് നമ്മുടെ റേഷൻ അരികളിൽ കൊടുക്കുന്നത്. പ്രധാനമായിട്ടും ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗർഭിണികൾ, കുട്ടികൾ, താഴ്ന്ന വരുമാനമുള്ള കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഇവർക്കൊക്കെ പോഷകക്കുറവുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർട്ടിഫൈഡ് റൈസ് നമ്മുടെ റേഷൻ കടകളിൽ നിന്ന് കിട്ടുന്ന അരിയിൽ ചേർക്കുന്നത്. ഇതിൽ മെയിനായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഇരുമ്പ്, സിങ്ക്, ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 ഇവയൊക്കെയാണ്. ഇതിൽ ഇരുമ്പെന്ന് പറഞ്ഞാൽ വിളർച്ചനെ ചെറുക്കാനായിട്ടും, സിങ്ക് ഉപയോഗിക്കുന്നത് രോഗപ്രതിരോധ പ്രവർത്തനത്തിനെ സഹായിക്കാനായിട്ടും, ഫോളിക് ആസിഡ് ജനന വൈകല്യങ്ങളൊക്കെ തടയാനായിട്ടും, തലച്ചോറിൻ്റെ പ്രവർത്തനം, രക്തത്തിൻ്റെ രൂപീകരണമൊക്കെ നടക്കാനായിട്ടാണ് വൈറ്റമിൻ B12 ഉപയോഗിക്കുന്നത്. ഇരുമ്പ്, സിങ്ക്, വൈറ്റമിൻ ബി, മറ്റ് മൈക്രോ ന്യൂട്രിയൻറ്റുകളും അടങ്ങിയ ഒരു അവശ്യ പോഷകങ്ങളാൽ സമ്പുഷ്ടമാക്കിയ ഒരു തരം അരിയാണ് ഈ ഫോർട്ടിഫൈഡ് റൈസ്. ലോക ജനസംഖ്യയിൽ പകുതിയിലേറെ പേരുടെയും പ്രധാന ആഹാരമായിട്ടുള്ള അരിയിലെ പോഷകമൂല്യം മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ ഫോർട്ടിഫിക്കേഷൻ എന്ന പ്രോസസ്സ് കൊണ്ടുള്ള ലക്ഷ്യം.